Morning students. Okay, we have moving to our next topic. That means our next unit, unit 7, our last unit, the bird. Here we can see some a picture. It's a birthday celebration. What do you see in this picture? It is a birthday celebration. What occasions do you celebrate at home? നിങ്ങൾ വീട്ടിൽ ഏതെല്ലാം സാഹചര്യത്തിലാണ് ഇത്തരം സെലിബ്രേഷൻസ് സംഘടിപ്പിക്കാറ്? ഡു യു ഗിവ് പ്രസൻസ് ഓൺ സച്ച് ഒക്കേഷൻസ്? ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ പ്രസൻസ് കൊടുക്കാറുണ്ടോ? എനിവേ ലെറ്റ്സ് കം ടു ദി ടോപ്പിക്. ടേക്ക് പേജ് നമ്പർ 146. ദി ഗിഫ്റ്റ്. വാട്ട് ഈസ് ഗിഫ്റ്റ്? സമ്മാനം. ഇറ്റ് വാസ് സെറോസ് ബർത്ത്ഡേ. അന്ന് സെറോയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഹി റിസീവ്ഡ് മെനി പ്രസൻസ്. അവന് ധാരാളം പ്രസൻസ് കിട്ടി. ബട്ട് ദി പ്രസൻസ് ഹിസ് അങ്കിൾ ഗേവ് ഹിം വാസ് എ ഡിഫറെൻറ്റ് വൺ. പക്ഷേ തൻ്റെ അങ്കിൾ കൊടുത്ത പ്രസൻറ്റ് വളരെ വ്യത്യസ്തമായിരുന്നു. ഹി തോട്ട് ഇറ്റ് വാസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദി റെസ്റ്റ്. മറ്റെല്ലാത്തിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവന് തോന്നിയത് അങ്കിൾ നൽകിയ ആ സമ്മാനമായിരുന്നു. ഇറ്റ് വാസ് എ ട്രാപ്പ് ഫോർ ക്യാച്ചിങ് ബേർഡ്സ്. അതെന്തായിരുന്നു ആ സമ്മാനം? പക്ഷികളെ പിടിക്കാനുള്ള ഒരു ട്രാപ്പ്, ഒരു കെണി. സിറോ വാസ് വെരി ഹാപ്പി. അത് കിട്ടിയപ്പോൾ സിറോക്ക് വളരെ സന്തോഷമായി. ഹി റാൻ ഇൻ ടു ദി ഹൗസ് ടു ഷോ ഹിസ് മദർ ദി ട്രാപ്പ്. അവൻ വീടിൻ്റെ അകത്തേക്ക് ഓടിയതിന് ഈ കെണി തൻ്റെ അമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഹിസ് മദർ സെറ്റ്. പക്ഷേ അമ്മ പറഞ്ഞ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് പ്ലേത്തിങ്. ഇത് കളിക്കാൻ പറ്റിയ സാധനമല്ല. വാട്ട് ഡു യു വാണ്ട് ടു ഡു വിത്ത് ബേർഡ്സ്? പക്ഷികളെ പിടിച്ച് നീ എന്ത് ചെയ്യാനാ? വൈ ഡു യു വാണ്ട് ടു ട്രാപ്പ് ദം? എന്തിനാ നീ അവരെയൊക്കെ ട്രാപ്പ് ചെയ്യുന്നത്? ഐ എം ഗോയിങ് ടു കീപ് ദം ഇൻ എ കേജ്, സെറോ സെറ്റ്. എന്നിട്ട് സെറോ പറഞ്ഞു, ഞാൻ പക്ഷികളെ ഒരു കൂട്ടിലാക്കും. ദേ വിൽ സിങ് ഫോർ മീ ആൻഡ് ഐ വിൽ ഫീഡ് ദം. അവരെനിക്ക് പാട്ട് പാടിത്തരും, ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കും. ദി ട്രാപ്പ്. സിറോ കളക്റ്റഡ് സം സീഡ്സ്. ഹീ സ്കാറ്റേർഡ് ദം ഓൺ ദി ബോർഡ് ഓഫ് ദി ട്രാപ്പ് ആൻഡ് സെറ്റ് ഇറ്റ് ഇൻ ദി ബാക്ക് യാർഡ്. സെറോ എന്ത് ചെയ്തു? കുറച്ച് സീഡ്സ്, കുറച്ച് ധാന്യങ്ങൾ കളക്ട് ചെയ്തു. ഹീ സ്കാറ്റേർഡ് ദം ഓൺ ദി ബോർഡ് ഓഫ് ദി ട്രാപ്പിൻ്റെ മുന്നിൽ അത് കൊണ്ടുപോയിട്ടു. ആൻഡ് സെറ്റ് ഇറ്റ് ഇൻ ദി ബാക്ക് യാർഡ്. എന്നിട്ട് അത് പുറകുവശത്ത് കൊണ്ടുവച്ചു. ഹി സ്റ്റുഡ് ദർ വെയിറ്റിംഗ് ഫോർ ദി ബേർഡ്സ്. അവൻ പക്ഷികളെയും കാത്ത് അവിടെ നിന്നു. ബട്ട് ദി ബേർഡ്സ് വേർ സ്കെയർഡ് ഓഫ് ഹിം. പക്ഷേ പക്ഷികൾക്ക് അവിടെ വരാൻ അവനെ പേടിച്ചിട്ട് സ്കെയർ എന്ന് പറഞ്ഞാൽ എന്താ? പേടിച്ച്. പക്ഷികൾ അവനെ പേടിച്ച് വന്നില്ല. They would not come near the trap. So Sero left the trap in the backyard and went inside the house. അതുകൊണ്ട് സെറോ എന്ത് ചെയ്തു? ട്രാപ്പ് അവിടെ വെച്ചിട്ട് അവൻ അകത്തേക്ക് പോയി, പക്ഷികൾ വന്ന് കയറട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഹാർട്ട് ബീറ്റ്സ്. ഹൃദയത്തുടിപ്പ്, ഹൃദയസ്പന്ദനം. ആഫ്റ്റർ ഡിന്നർ ഹി റാൻ ഈഗർലി ടു ലുക്ക് അറ്റ് ദി ട്രാപ്പ്. ഡിന്നറിന് ശേഷം അവൻ അക്ഷമനായിട്ട് ആ ട്രാപ്പിൻ്റെ അടുത്തേക്ക് ഓടി. ഇറ്റ് വാസ് ഷട്ട്. ആ ട്രാപ്പിൻ്റെ കെണിയുടെ മൂടി, അതിൻ്റെ ഡോർ അടഞ്ഞിരുന്നു. ഹീ സോ എ ലിറ്റിൽ ബേർഡ് ബീറ്റിംഗ് ഇറ്റ്സ് വിങ്സ് എഗെയിൻസ്റ്റ് ദി ബേർഡ്സ്. അവന് കണ്ടു എന്ത്? ആ ട്രാപ്പിൻ്റെ ആ ബാറിലേക്ക്, ബാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഴികളിൽ ചിറകിട്ടടിക്കുന്ന ഒരു പക്ഷിയെ അവൻ കണ്ടു, ഒരു ചെറിയ പക്ഷിയെ അവൻ കണ്ടു. സിറോ ടുക്ക് ദി ട്രാപ്പ് ആൻഡ് ക്യാരിഡ് ഇറ്റ് ഇൻ ടു ദി ഹൗസ്. അവൻ ആ ട്രാപ്പ് എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. മദർ ലുക്ക്, ഐ ഹാവ് കോട്ട് എ ബേർഡ്. എന്നിട്ട് അവൻ പറയണം, അമ്മേ നോക്കൂ, ഞാനൊരു പക്ഷിയെ പിടിച്ചിരിക്കുന്നു. ഹി ക്രൈഡ്. എന്നിട്ട് അതും പറഞ്ഞ് അവൻ കരഞ്ഞു. ഐ തിങ്ക് ഇറ്റ് ഈസ് എ നൈറ്റിംഗേൾ. എനിക്ക് തോന്നുന്നത് ഇതൊരു നൈറ്റിംഗേൾ ആണ്. ഒരു നൈറ്റിംഗേൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? രാപ്പാടി. ഓക്കെ. ജസ്റ്റ് സീ ഹൗ ഇറ്റ്സ് ഹാർട്ട് ബീറ്റ്സ്. നോക്കൂ, ഇതിൻ്റെ ഹാർട്ട് അടിക്കുന്നത് നോക്കൂ, ഹാർട്ട് തുടിക്കുന്നത് നോക്കൂ എന്ന് പറഞ്ഞു. ഹിസ് മദർ സെഡ് ദാറ്റ് ഇറ്റ് വാസ് വൈൽഡ് കാനറി. അമ്മ പറയാണ് ഇതൊരു വൈൽഡ് കാനറിയാണ്. കാനറി, വാട്ട് ഈസ് കാനറി? കാനറി പക്ഷി. സിംഗിങ് ബേർഡ്, പാടാൻ കഴിയുന്ന പക്ഷികളെയാണ് പറയുക കാനറി. ഇതൊരു കാനറിയാണ്, ഒരു കാട്ടു കാനറിയാണ്, വൈൽഡ് കാനറിയാണ്. ബി കെയർഫുൾ, ശ്രദ്ധിക്കണം. ഡോണ്ട് ഹേർട്ട് ഇറ്റ്, അതിനെ വേദനിപ്പിക്കരുത്. യു ഹാഡ് ബെറ്റർ ലെറ്റ് ഇറ്റ് ഗോ, അതിന് ഏറ്റവും നല്ലത് അതിനെ വിട്ട് കളയുന്നതാണ്. നോ, ഐ എം ഗോയിങ് ടു ഗിവ് ഇറ്റ് സം ഫുഡ്, ഹി സെറ്റ്. വേണ്ട, ഞാനിതിന് ഭക്ഷണം കൊടുക്കാൻ പോവാണ് എന്നവൻ പറഞ്ഞു. ദെൻ എ വാണിംഗ്, ഒരു വാണിംഗ്. സെറോ പുട്ട് ദി ബേർഡ് ഇൻ എ കേജ്. ഫോർ 2 days ഹി ഗേവ് ഇറ്റ് സീഡ്സ് ആൻഡ് വാട്ടർ. സെറോ അതിനൊരു കൂട്ടിലാക്കി. എന്നിട്ട് 2 ദിവസം അതിന് വെള്ളവും ഭക്ഷണവും നൽകി. ഓൺ ദി 3rd day ഹി ഫോർഗോട്ട് ആൾ അബൌട്ട് ദി ബേർഡ്. 3-ാം ദിവസം അവൻ ആ പക്ഷിയുടെ കാര്യം മറന്നു. ഹി ഡിഡ് നോട്ട് ഈവൻ ഫീഡ് ദി ബേർഡ്. അതിന് ഭക്ഷണം പോലും കൊടുത്തില്ല.
His mother said, അപ്പോൾ അമ്മ പറഞ്ഞു, see how you have forgotten your bird. നോക്കൂ, നീ നിൻ്റെ പക്ഷിയെ മറന്നിരിക്കുന്നു. Let it go, അതിനെ പോകാൻ അനുവദിക്ക്. Then Siro went to the cage and started cleaning it. അപ്പോൾ സിറോ കൂടിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അത് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. He put his hand into the cage. കൂടിനകത്തേക്കൊക്കെ കൈയിട്ടു അവൻ. The little bird was frightened. ആ പക്ഷിക്കാകെ പേടിച്ചു. Frightened. പക്ഷി ആകെ പേടിച്ചരണ്ടു. ഇറ്റ് ഫ്ലാപ്ഡ് ഇറ്റ്സ് വിങ്. ആ കൂടിൻ്റെ അകത്ത് അത് ചിറകിട്ടടിച്ചു. ആഫ്റ്റർ ദി ക്ലീനിങ് സെറോ വെൻ്റ് ഔട്ട് ടു ഗെറ്റ് സം വാട്ടർ. ക്ലീൻ ചെയ്തതിന് ശേഷം സെറോ വെള്ളം കൊണ്ടുവരാൻ പോയി. ഈ കൂട്ടിൽ വെക്കാൻ, ഈ പക്ഷിക്ക് കൊടുക്കാൻ വെള്ളത്തിന് പോയി. ഹി ഹാഡ് ഫോർഗോട്ടൺ ടു ഷട്ട് ദി കേജ്. കൂടിൻ്റെ ഡോർ അടക്കാൻ അവൻ മറന്നുപോയി. സിറോ ഷട്ട് ദി കേജ് ഓർ ദി ബേർഡ് വിൽ ഫ്ലൈ ഔട്ട് ആൻഡ് ഹേർട്ട് ഇറ്റ് സെൽഫ്. ഹിസ് മദർ കാൾഡ് ഔട്ട്. അമ്മ വിളിച്ചു പറഞ്ഞു സിറോനോട്, ആ കൂടിൻ്റെ വാതിലടക്ക്, അല്ലെങ്കിൽ അത് പുറത്തേക്ക് ചാടി ആ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാറി അതിൻ്റെ ചിറകെല്ലാം ഒടിയും എന്ന് പറഞ്ഞു. അത് സ്വയം വേദനിക്കും അതിന് എന്ന് പറഞ്ഞു. ദി ഫാളൻ ബേർഡ്, വീണ പക്ഷി. ബിഫോർ സെറോസ് മദർ കുഡ് കംപ്ലീറ്റ് ഹെർ വേർഡ്സ്. അമ്മയുടെ വാക്കുകൾ മുഴുമിപ്പിക്കുന്നതിന് മുമ്പേ ദി ബേർഡ് കം ഔട്ട് ഓഫ് ദി കേജ്. പക്ഷി കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇറ്റ് സ്പ്രെഡ്സ് ഇറ്റ് വിങ്സ് ആൻഡ് ഫ്ലൂ അറൗണ്ട് ദി റൂം. അത് തൻ്റെ ചിറകുകൾ വിരിച്ച ആ റൂമിന് ചുറ്റും പറന്നു. ഇറ്റ് ഹിറ്റ് അഗെയിൻസ്റ്റ് ദി വിൻഡോ ആൻഡ് ഫെൽ. ജനാലയിൽ ഇടിച്ച് അതെന്ത് ചെയ്തു? താഴെ വീണു. സിറോ കെയിം റണ്ണിങ് ഇൻ. സിറോ ഓടി വന്നു. ഹി പിക്ക്ഡ് ദി ബേർഡ് അപ്പ്. അവൻ ആ പക്ഷിയെ ഉയർത്തി. ഹി പുട്ട് ഇറ്റ് ബാക്ക് ഇൻ ദി കേജ്. വീണ്ടും കൂട്ടിലേക്കാക്കി. ദി ബേർഡ് വാസ് സ്റ്റിൽ അലൈവ്. ബേർഡിന് ഇപ്പോഴും ജീവനുണ്ട്. ബട്ട് ഇറ്റ് ലേ ഓൺ ദി ഫ്ലോർ വിത്ത് ഇറ്റ്സ് വിങ് സ്പ്രെഡ് ഔട്ട്. പക്ഷേ അതും ചിറകും നീർത്തിയിട്ട് ചിറകും വിരിച്ച് എന്ത് ചെയ്യാണ്, ആ തറയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇറ്റ് വാസ് ബ്രീത്തിങ് ഹെവിലി. അത് വളരെ ശക്തിയായി ശ്വാസോച്ഛ്വാസം നടത്തുന്നുണ്ട്, ശ്വാസം എടുക്കുന്നുണ്ട്. സിറോ കെപ്റ്റ് ലുക്കിംഗ് അറ്റ് ഇറ്റ്. സിറോ അതിനെ നോക്കി നിന്നു. ഹി സ്റ്റാർട്ടഡ് വീപ്പിംഗ്. സിറോ കരയാൻ തുടങ്ങി. മദർ വാട്ട് ഷാൾ ഐ ഡു നൗ? ഹി ആസ്ക്ഡ്. അമ്മയോട് ചോദിക്കണം, അമ്മേ ഞാനിനി എന്ത് ചെയ്യും? യു ക്യാൻ ഡു നത്തിങ് നൗ, ഷീ റിപ്ലൈഡ്. അമ്മ പറയാണ്, നിനക്കിനി ഒന്നും ചെയ്യാനില്ല. ദി സ്ലീപ്ലെസ് നൈറ്റ്, ഉറക്കമില്ലാത്ത രാത്രി. സെറോ സ്റ്റേഡ് ബൈ ദി കേജ് ഓൾ ഡേ. രാത്രി മുഴുവൻ സെറോ ആ കൂടിനകത്ത് അടുത്ത് നിന്നു. ഹി ഡിഡ് നത്തിങ് ബട്ട് ലുക്ക് അറ്റ് ദി ബേർഡ്. അവനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ആ പക്ഷിയെ നോക്കി നിൽക്കല്ലാതെ. ഓൾ ദി ടൈം ദി ബേർഡ് ലേ ഓൺ ഇറ്റ്സ് ബ്രസ്റ്റ് ബ്രീത്തിങ് ഹെവിലി. എപ്പോഴും ആ പക്ഷി ആ സമയം മുഴുവൻ എന്താ ചെയ്യുന്നത്? തൻ്റെ ബ്രസ്റ്റിൽ തൻ്റെ മാറ് നിലത്തമർത്തിയിട്ട് അവിടെ കടന്ന് ശ്വാസോച്ഛ്വാസം എടുക്കുകയാണ്, ശ്വാസം വലിക്കുകയാണ്. ആഫ്റ്റർ സെറോ വെൻറ്റ് ടു ബേർഡ് ദി ബേർഡ് ഡൈഡ്. സെറോ ഉറങ്ങാൻ പോയപ്പോൾ ബേർഡ് മരിച്ചു, ചത്തുപോയി. സെറോ കുഡ് നോട്ട് സ്ലീപ്പ് ഫോർ എ ലോങ് ടൈം. സെറോക്ക് കൂടുതൽ സമയം ഉറങ്ങാൻ കഴിഞ്ഞില്ല. എവറി ടൈം ഹീ ഷട്ട് ഹിസ് ഐസ് ഹീ സോ ദി ബേർഡ് ഗാസ്പിംഗ് ആൻഡ് ലേയിങ് സ്റ്റിൽ. അവൻ കണ്ണടച്ചാൽ അവൻ്റെ കണ്ണിൽ എന്താണ് വരുന്നത്? ഈ പക്ഷി ഗാസ്പിംഗ് ആൻഡ് ലേയിങ് സ്റ്റിൽ. ഗാസ്പിംഗ് കിതക്കുന്നത്, അതായത് ശ്വാസമെടുക്കുന്നതും, ലേയിങ് സ്റ്റിൽ അനങ്ങാതെ കിടക്കുന്നതൊക്കെയാണ് അവൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഇൻ ദി മോർണിംഗ് വെൻ സെറോ വെൻറ്റ് ടു ദി കേജ് ഹീ സോ ദി ബേർഡ് ലേയിങ് ഓൺ ഇറ്റ്സ് ബാക്ക് സ്റ്റിഫ് വിത്ത് ലെഗ് ക്രോസ്ഡ്. രാവിലെ വന്ന് നോക്കിയപ്പോൾ എന്താ കാണുന്നത്? കാലൊക്കെ മടങ്ങി മലർന്ന് സ്റ്റിഫായിട്ട്, അതായത് അനങ്ങാതെ ആകെ സ്റ്റിഫായിട്ട് ബലം വെച്ച് കിടക്കുന്ന ആ പക്ഷിയാണ് അവൻ കണ്ടത്. സിറോ നെവർ കോട്ട് ബേർഡ്സ് ആഫ്റ്റർ ദാറ്റ്. അതിനുശേഷം സിറോ പക്ഷികളെ പിടിച്ചിട്ടില്ല ട്രാപ്പ് വെച്ചിട്ട്. ഇറ്റ് ഈസ് ആൻ അഡാപ്റ്റഡ് സ്റ്റോറി ഓഫ് ലിയോ ടോൾസ്റ്റോയ്. ലിയോ ടോൾസ്റ്റോയുടെ ഒരു കഥയുടെ ഒരു ഭാഗമാണിത്. ഓക്കെ, ഐ തിങ്ക് യു ഹാവ് എൻജോയ്ഡ് ദി സ്റ്റോറി. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ. We can discuss the remaining parts, activities and the parts in our next class. You read this story 2 or more times and I am sure you can understand all the things in the story. Okay, thank you.